ആദിവാസി കുട്ടികളോട് അവഗണന. ഭാരക്കുറവോടെ ജനിച്ച ഇരട്ട കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗമില്ലാതെ ആദിവാസി ദമ്പതികൾ. അച്ചൻകോവിലാണ് സംഭവം. കുഞ്ഞുങ്ങൾക്ക് നൽകാൻ മുലപ്പാൽ ഇല്ലാത്തതിനാൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് നൽകുന്നത്. സംഭവത്തിൽ ഇടപെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണ. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അച്ചൻകോവിൽ ഗിരിജനുന്നതിയിലെ ആദിവാസി ദമ്പതികളായ അഞ്ജുവിനും സുനിലിനും അവരുടെ ഇരട്ടക്കുഞ്ഞുങ്ങളായ ആര്യനും അർജുനുമാണ് ഈ ദുർഗതി. 2.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവർക്കും ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചത്. കുഞ്ഞുങ്ങൾ ജനിച്ചത് ഭാരക്കുറവോടെയായിരുന്നു. കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ പോഷകസമൃദ്ധമായ ഭക്ഷണവും പ്രത്യേക പരിചരണവും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അതിനാവശ്യമായ സാമ്പത്തിക ശേഷി കുടുംബത്തിനില്ല. മുലപ്പാൽ നൽകാൻ കഴിയാഞ്ഞതോടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണെന്ന് കുടുംബം പറയുന്നു. പോഷകാഹാരക്കുറവ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന സ്ഥിതിയാണ്. ഗർഭകാലത്ത് ലഭിക്കേണ്ട പോഷകാഹാരങ്ങളും സർക്കാർ ധനസഹായവും ലഭിച്ചിട്ടില്ല. ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റാത്ത കാരണം ഞങ്ങള് പാൽപ്പൊടി വാങ്ങിക്കാൻ പോലും പൈസ കയ്യിലില്ലാത്തതിന് ഞങ്ങൾ ഒരു ദിവസം അവർക്ക് വെള്ളമാണ് കൊടുത്തിരുന്നത്. പിന്നെ പാൽപ്പൊടിയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പുനലൂർ പോകണം, പക്ഷെ അതിനും വേണം വണ്ടിക്കൂലി. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ. അത് കാരണം പൊടി വാങ്ങിക്കാനും പൈസയില്ല, പോവാനും പൈസയില്ല. ഇപ്പൊ തന്നെ കുഞ്ഞുങ്ങൾ കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ പോലും സമയമില്ല. ഗർഭിണികൾക്ക് മാസം തോറും നൽകേണ്ട 2000 രൂപയുടെ ധനസഹായവും നൽകിയില്ല. എന്നാൽ അപേക്ഷ ലഭിക്കാത്തതിനാലാണ് ധനസഹായം നൽകാൻ കഴിയാത്തതെന്നാണ് ST പ്രൊമോട്ടറുടെ വിശദീകരണം. സംഭവം പുറത്തറിഞ്ഞതോടെ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി അനാസ്ഥ കാട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. ആരോഗ്യ പ്രവർത്തകർ ഇടയ്ക്കിടെ എത്തി പരിശോധനകളും നിർദ്ദേശങ്ങളും നൽകും. എന്നാൽ ഇവ പാലിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളോ സാമ്പത്തിക ശേഷിയോ ആദിവാസി കുടുംബങ്ങളിൽ പലർക്കുമില്ല. ആദിവാസി ക്ഷേമ പദ്ധതികൾ അർഹരിലേക്ക് എത്തുന്നില്ല എന്നു തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വിദ്യാഭ്യാസം കുറവുള്ളവരാണ് മാതാപിതാക്കളെങ്കിൽ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊമോട്ടർമാർ അപേക്ഷയിലെ വിവരങ്ങൾ പൂരിപ്പിച്ച് സഹായിക്കുക എന്ന ഉത്തരവാദിത്വമുണ്ട്. അതുപോലും ഇവിടെ നടപ്പായിട്ടില്ല. നമുക്കാണെങ്കിൽ ഇപ്പൊ ട്രൈബലിന് കിറ്റുകൾ കിട്ടുന്നില്ല, പ്രസവ സമയത്ത് പോലും പോഷകാഹാരങ്ങൾ കിട്ടുന്നില്ല. പിന്നെ വീട്, പ്രത്യേകിച്ച് വീട് നമുക്ക് ഇപ്പൊ വർഷങ്ങളായാലും അവര് ആ വീടിനെ കുറിച്ച് അന്വേഷിക്കുന്നുമില്ല. കല്യാണം കഴിച്ചവർ എത്ര കുടുംബം ഉണ്ടെന്ന് പോലും അവർ അന്വേഷിക്കത്തില്ല. ഇപ്പോഴാണെങ്കിൽ എന്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ പോലും പറ്റത്തില്ല, 2 പിള്ളേരായോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മള് ആശുപത്രി പോകണമെങ്കിൽ ഒരു വണ്ടി വിളിച്ചാൽ ട്രൈവലിൽ നിന്ന് പ്രൊമോട്ടർമാർ അതിനെക്കുറിച്ച് അവരെ സഹായിക്കത്തില്ല. നമുക്ക് വണ്ടിയെക്കുറിച്ച് അവരെ സഹായിക്കത്തില്ല. നമ്മളെ സ്വന്തമായിട്ട് വണ്ടി വിളിച്ച് പോകണമെന്നാണ് ട്രൈവൽ പ്രൊമോട്ടർ നമ്മളോട് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.